നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. അടുത്ത 2 ദിവസം സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. എന്റെ നാട് സുന്ദരദേശം ക്യാമ്പയിന്റെ ഭാഗമായി ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് KSRTC ബസ് സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന ജോസഫ് നമ്പാടിന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ ആമ്പലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കല്ലൂർ പാടം വഴിയിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ദിശാ ബോർഡിൽ ഇടിച്ചുകയറി അപകടം. വാർത്തകൾ വിശദമായി. മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രന് വിട നൽകി കേരളം. ചേന്ദമംഗലം പാലിയത്തെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രന് വിട നൽകി കേരളം. ചേന്ദമംഗലം പാലിയത്തെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. കുട്ടിക്കാലത്തെ ഓർമ്മകൾ പേറുന്ന പാലിയം തറവാട് P. ജയചന്ദ്രന് ഏറെ പ്രിയപ്പെട്ട ഇടമായിരുന്നു. ജയചന്ദ്രനിലെ പാട്ടുകാരനെ ഉണർത്തിയ പാലിയത്തെ മണ്ണിലാണ് ഇനി ഭാവഗായകന്റെ അന്ത്യവിശ്രമം. സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിന്നായി 100 കണക്കിന് സംഗീത പ്രേമികളാണ് P. ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ശനിയാഴ്ച രാവിലെ ജയചന്ദ്രൻ പഠിച്ച ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനമുണ്ടായിരുന്നു. ജനുവരി മാസം പകുതി പോലും ആകുന്നതിന് മുൻപേ കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. അടുത്ത 2 ദിവസം കേരളത്തിൽ താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയർന്നേക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു. എന്റെ നാട് സുന്ദരദേശം ക്യാമ്പയിന്റെ ഭാഗമായി ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് KSRTC ബസ് സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി TG വിജിമോൾ അധ്യക്ഷത വഹിച്ചു. അളഗപ്പനഗർ വെസ്റ്റ് LC സെക്രട്ടറി KR അനൂപ്, സ്റ്റേഷൻ മാസ്റ്റർ സോമൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CV ശ്രീനിവാസൻ, മേഖലാ സെക്രട്ടറി MS ബിനേഷ് കുമാർ, ജോയിന്റ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് BH ബാലമുരളി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV പ്രസാദ്, വനിതാ കമ്മിറ്റി പ്രസിഡന്റ് അരുണ, സെക്രട്ടറി നിത, ജില്ലാ കമ്മിറ്റി അംഗം ജോസ്, റിനിൽ, മേഖലാ പ്രസിഡന്റ് നിതിൻ രാജ്, ബിജു എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ ജോയിന്റ് കൗൺസിൽ ജീവനക്കാരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഈ സമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. നിരവധി വിഷയങ്ങളിൽ ജോയിന്റ് കൗൺസിൽ ഇതിനകം ഇടപെട്ട് കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ജോയിന്റ് കൗൺസിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നതിന് പ്ലാസ്റ്റിക് ബോട്ടിൽ ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഈ പ്രവർത്തനമെങ്കിൽ ഈ വർഷം എല്ലാ മാസവും ഒരവധി ദിവസം കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോമോൻ താണിക്കൽ കാർമ്മികനായി. ഫാദർ സിനോജ് നീലങ്കാവിൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം നടന്നു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോയ് കൊള്ളന്നൂർ, അസിസ്റ്റന്റ് വികാരി മേജോ മാങ്ങാട്ടിളയൻ, ട്രസ്റ്റിമാരായ ആൻഡ്രു തറയിൽ, തോമസ് മാളിയേക്കൽ, സജി പനോക്കാരൻ, റിക്സൺ കളപ്പുര, ജനറൽ കൺവീനർ ലിജോ കാവിൽ എന്നിവർ നേതൃത്വം നൽകി. ഞായറാഴ്ച ഫാദർ ഫിജോ ജോസഫ് ആലപ്പാടൻ സംവിധാനം ചെയ്ത് കല്ലൂർ കലാനികേതൻ അവതരിപ്പിക്കുന്ന സൈന്യാധിപൻ എന്ന നാടകം അരങ്ങേറും.
കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ ഗോൾഡൻ ജൂബിലി അമ്പുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. തിരുനാൾ ദിനത്തിൽ രാവിലെ 6:30 വിശുദ്ധ കുർബാന, 10 ഫാദർ തേജസ് കുന്നപ്പള്ളി കാർമ്മികനായ ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ മെൽവിൻ കളപ്പുരയ്ക്കൽ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 3 പ്രദക്ഷിണ കുർബാന, തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം, വൈകിട്ട് 7 പ്രദക്ഷിണം പള്ളിയിൽ സമാപനം, 7:30 പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവ നടക്കും. ശനിയാഴ്ച രാവിലെ നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആൽവിൻ അറക്കൽ കാർമ്മികനായി. തിരുസ്വരൂപങ്ങൾ പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കൽ, യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. ഭരത പരിശുദ്ധ ത്രിത്വത്തിൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ ത്രിത്വത്തിന്റെയും തിരുനാളിന് കൊടിയേറി. ഫാദർ റോയ് വേളക്കൊമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഈ മാസം 18, 19 തീയതികളിലാണ് തിരുനാൾ. കോൺഗ്രസ് നേതാവായിരുന്ന ജോസഫ് നമ്പാടന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന ജോസഫ് നമ്പാടിന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് സന്തോഷ് നമ്പാടൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ വിശിഷ്ടാതിഥിയായി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, DCC സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ, അളഗപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി, പുതുക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, വട്ടണ്ണാത്ര സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് മുൻ സെക്രട്ടറി T രാമകൃഷ്ണൻ, KCSPA സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം PU ചന്ദ്രശേഖരൻ, യുണൈറ്റഡ് സ്റ്റീൽസ് ഡയറക്ടർ പോൾ വട്ടക്കുഴി, കല്ലൂർ സീനിയേഴ്സ് ക്ലബ് ഭാരവാഹി വർഗീസ് രായപ്പൻ, ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് KS കൃഷ്ണൻകുട്ടി, ATCS ഡയറക്ടർ ദിനിൽ പാലപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. വളർത്തിയെടുക്കുന്നതിൽ പങ്ക് വഹിക്കേണ്ടത്, എങ്ങനെയാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്ന് തൻ്റെ ജീവിതത്തിലെ 29 വർഷക്കാലത്തെ അനുഭവങ്ങളിലൂടെ നേടിയെടുത്ത നേതൃപാഠം, അത് തൃശ്ശൂർ ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ സർവീസിൽ ഇരിക്കുമ്പോഴും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴും, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് നമ്മൾ വന്നപ്പോൾ ഗോപാലകൃഷ്ണേട്ടൻ പറഞ്ഞു, ഏത് ആശയങ്ങൾ മുറുകെ പിടിക്കുന്നവരുമാണെങ്കിലും, അത് ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികളാണെങ്കിൽ പോലും, സഹകരണ മേഖലയിലെ ഒരു സംശയം തീർക്കണമെങ്കിൽ അത് സർവീസിൽ ഇരിക്കുമ്പോഴും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുഭവം അത് ചോദിക്കുവാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ജോസഫ് നമ്പാടൻ്റെ ആ വലിപ്പം നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് തന്നെയാണ് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പച്ചൻ്റെ 4ാം വാർഷികത്തിൽ നടക്കുന്ന ഒരു അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷനാവുക എന്നുള്ളത് ഞാൻ കരുതുന്നു അതൊരു നിയോഗമായിരിക്കും ചിലപ്പോൾ. കാരണം ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു സമ്മേളനത്തിന് അധ്യക്ഷനാവാനുള്ളൊരു അവസരം വരാൻ സാധ്യതയില്ല. അപ്പച്ചൻ്റെ മരണശേഷം ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബോർഡിൽ വരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ജോർജേട്ടൻ മരിക്കുമ്പോഴാണ് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. ഇതൊരു നിയോഗം തന്നെയായിട്ട് കണക്കാക്കുന്നു. ഞാൻ ഒരുപാട് സംസാരിക്കാനോ അതിനുള്ള ഒരു ഒരുക്കത്തിലോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇതിലോ അല്ല. എൻ്റെ ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുക എന്നുള്ളതാണ് എൻ്റെ റോള്. അതിഥികൾ, നമ്മൾ വിളിച്ച അതിഥികൾ മുൻ MLA TV ചന്ദ്രമോഹൻ അടക്കമുള്ള ആളുകൾ വളരെ നേരത്തെ തന്നെ ഇതിനെത്തിച്ചേർന്നു. ചിലരെത്താൻ വൈകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തിരക്ക് പിടിച്ച് പരിപാടികൾ തുടങ്ങുകയും അതിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ നേരത്തെ നമ്മുടെ സംഘടനയുടെ, സർവീസ് സംഘടനയുടെ ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയനിൽ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയായിട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം സദസ്സിലാണ് ഇരിക്കുന്നത്. എങ്കിലും അങ്ങനെയുള്ള എല്ലാവരെയും ഞാൻ വ്യക്തിപരമായി അറിയും. ഇവിടെ വരുമ്പോൾ ഞാൻ പഴയ തലമുറയിൽപ്പെട്ട ആളാണോ പുതിയ തലമുറയിൽപ്പെട്ട ആളാണോ എന്ന് എനിക്കൊരു സംശയം തോന്നും. കൃഷ്ണൻകുട്ടിയേട്ടൻ സ്വാഗതം പറയുമ്പോൾ അതേപോലെ
പഴയ കാലത്തെ ഓർമ്മ വെച്ച് നോക്കുമ്പോൾ പി പി ജോർജ് മാഷ്, വി എൽ ലോനപ്പൻ, ഭാസ്കരൻ നായർ, കൊച്ചപ്പേട്ടൻ, രാമൻ നായർ, അങ്ങനെ തുടങ്ങി പരമേശ്വരൻ വരെയുള്ള ഒരുപാട് ആളുകളെ വ്യക്തിപരമായി പേരെടുത്ത് വിളിക്കാനും നേരിട്ട് കാണുമ്പോൾ എന്നെ സ്വീകരിക്കാൻ കഴിവുള്ള ആളാണ്. ഇപ്പോൾ രാമാഷ ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഞാൻ ഈ പൊതുപരിപാടിയിൽ വെച്ചാണ് സാധാരണ കാണാറ്. ഇവിടെ വരുമ്പോൾ എന്നെക്കാളും ഒരുപക്ഷെ ഇന്ന് തിരക്കുള്ള ആളുകൾ. കല്ലൂർ പാടം വഴിയിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ദിശാ ബോർഡിൽ ഇടിച്ചുകയറി. കല്ലൂർ പാടം വഴിയിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ദിശാ ബോർഡിൽ ഇടിച്ചുകയറി. പാലത്തിന് മുൻപേയുള്ള വളവിൽ നിയന്ത്രണം വിട്ട് ദിശാ ബോർഡിൽ ഇടിച്ച ശേഷം പാലത്തിന്റെ സമീപത്തെ സുരക്ഷാ കല്ലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. സുരക്ഷാ കല്ലിൽ ഇടിച്ചു നിന്നതുകൊണ്ട് തന്നെ കാർ താഴേക്ക് വീണില്ല. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ആമ്പലൂർ ഭാഗത്തു നിന്നും കല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. വീടുകളും സ്ഥാപനങ്ങളും മനോഹരമാക്കാൻ MJM ഇന്റീരിയേഴ്സ് ബിൽഡ് ആൻഡ് ഡെക്കോ മണ്ണമ്പേട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. വീടുകളും സ്ഥാപനങ്ങളും മനോഹരമാക്കാൻ MJM ഇന്റീരിയേഴ്സ് ബിൽഡ് ആൻഡ് ഡെക്കോ മണ്ണമ്പേട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. MJM ഇന്റീരിയേഴ്സ് ബിൽഡ് ആൻഡ് ഡെക്കോ വരാക്കര പോസ്റ്റ് ഓഫീസിന് സമീപം ഗീതം കോംപ്ലക്സിലാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. ജിനു മോഹന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. സ്ഥാപന ഉടമയുടെ മാതാവ് KR കോമളം ഉദ്ഘാടനം നിർവഹിച്ചു. MJM എന്ന സ്ഥാപനം വരാക്കര പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണമ്പേട്ട ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ വീടുകൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്റീരിയർ വർക്കുകൾ ആയ ജിപ്സം വർക്കുകൾ, കിച്ചൺ കബോർഡ്, ബെഡ്റൂം കബോർഡുകൾ, TV യൂണിറ്റുകൾ, പെയിന്റിംഗ് വർക്ക്, എല്ലാവിധ വർക്കുകളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. നിങ്ങൾ ഒരു സ്വപ്ന ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി വീടുകളുടെ പ്ലാനുകൾ, എസ്റ്റിമേഷൻ, റിനോവേഷൻ വർക്കുകൾ എല്ലാം നമ്മൾ ചെയ്തു വരുന്നതാണ്. വീടുകൾക്കും കടകൾക്കും ആവശ്യമായ എല്ലാവിധ ഇന്റീരിയർ വർക്കുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. കിച്ചൺ വാർഡോറുകൾ, TV യൂണിറ്റ്, ഗ്ലാസ് വർക്കുകൾ, അലുമിനിയം ഫാബ്രിക്കേഷൻ, പെയിന്റിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക്, സൈൻ ബോർഡ് വർക്കുകൾ, ജിപ്സം സീലിംഗ്, വീടുകളുടെ പ്ലാൻ, എസ്റ്റിമേറ്റ്, കൺസ്ട്രക്ഷൻ എന്നീ സേവനങ്ങൾ കൂടാതെ വീടുകളുടെ റിനോവേഷൻ വർക്കുകളും ചെയ്തു നൽകുന്നു. MJM ഇന്റീരിയേഴ്സ് ബിൽഡ് ആൻഡ് ഡെക്കോ, ഗീതം കോംപ്ലക്സ്, പോസ്റ്റ് ഓഫീസിന് സമീപം, വരാക്കര. ഫോൺ നമ്പർ 8590317081. മറ്റൊരു ഫോൺ നമ്പർ 7510668435. പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് മറ്റത്തൂർ പഞ്ചായത്തിലെ കിഴക്കേ കോടാലിയിൽ കുന്നത്ത് ക്ഷേത്ര പരിസരത്ത് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. മിനി മാസ്റ്റ് LED ലൈറ്റിംഗ് സിസ്റ്റം KK രാമചന്ദ്രൻ MLA സ്വിച്ച് ഓൺ ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ VS നിജിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം KS സൂരജ്, CDS അംഗം ലളിത ബാലൻ എന്നിവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിൽ വനിതാ ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ സൗമ്യ, വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സ്വപ്ന സത്യൻ, ദിവ്യ ഷാജു, അംഗങ്ങളായ TK പത്മനാഭൻ, പ്രനീല ഗിരീശൻ, KV നന്ദകുമാർ, MM ഗോപാലൻ, ഷിനി ജെയ്സൺ, ലത ഷാജു, സജിനി സന്തോഷ്, ബിജി ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. സന്തോഷകരമായ കാര്യങ്ങളും ഒക്കെ ക്രോഡീകരിച്ച് പഞ്ചായത്തിനെ ഏകോപിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ കുടുംബശ്രീ ആയാലും, ആശയായാലും, അംഗനവാടി ആയാലും, ഹരിതകർമ്മസേനക്കാരായാലും എല്ലാവരും മഹിളാ സഭയിലെ അംഗങ്ങളാണ്. വനിതാ ഗ്രാമസഭയിൽ ഇരിഞ്ഞാലക്കുട പിണ്ടി പെരുന്നാളിനോടനുബന്ധിച്ച് ഒരുക്കിയ ഏൽ പയ്യ എന്ന വീഡിയോ ഗാനം ശ്രദ്ധേയമാകുന്നു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ അധ്യാപകനും എഴുത്തുകാരനുമായ പ്രവീൺ M കുമാറാണ് ഈ വീഡിയോ ഗാനത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട പിണ്ടി പെരുന്നാളിനോടനുബന്ധിച്ച് ഒരുക്കിയ ഏൽ പയ്യ എന്ന വീഡിയോ ഗാനം ശ്രദ്ധേയമാകുന്നു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ അധ്യാപകനും എഴുത്തുകാരനുമായ പ്രവീൺ M കുമാറാണ് ഈ വീഡിയോ ഗാനത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. തുടർച്ചയായ 3ാം വർഷമാണ് പിണ്ടി പെരുന്നാളിനോടനുബന്ധിച്ച് പ്രവീൺ M കുമാർ അടക്കമുള്ള കലാകാരന്മാർ ഗാനമൊരുക്കുന്നത്. മുൻ വർഷങ്ങളിൽ ഇരിങ്ങാലക്കുടക്കാരി ബാൻഡ് മേളക്കാര, മുത്തുക്കുടകൾ, വർണ്ണ ബലൂണുകൾ എന്നീ പിണ്ടി പെരുന്നാൾ ഗാനങ്ങൾ ഇവർ ഒരുക്കിയിരുന്നു. ഇരിങ്ങാലക്കുടക്കാരായ 12 ഗായകരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയാണ് ഈ വർഷം
ഏൽ പയ്യ എന്ന ഗാനം ഒരുക്കിയത്. പ്രശാന്ത് ശങ്കർ ഈണം പകർന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ജോയ് പയ്യപ്പിള്ളി, ജിമ്മി വർഗീസ്, എസ് ജെ മാസ്, ഇമാനുവൽ ലോറൻസ്, ഡിമൽ ഡേവിസ്, ക്രിസ്റ്റീൻ ലോറൻസ്, റിനോയ് ജോയ്, ദീപി വർഗീസ്, അന്ന റോസ്, ആൻ തെരേസ, ഡിനു ഡേവിസ്, വിപിൻ മാത്യു എന്നിവരാണ്. ഫോട്ടോ ജോക്കി വിശ്വനാഥാണ് ക്യാമറ ചലിപ്പിച്ചത്. 3 തലമുറകൾക്ക് ഒരുപോലെ ആസ്വാദ്യകരമായ രീതിയിൽ അണിയിച്ചൊരുക്കിയ ഗാനം കോൺസെപ്റ്റ് സ്ലാബിന്റെയും PV's മീഡിയയുടെയും ബാനറിൽ പുറത്തിറങ്ങിയ മ്യൂസിക്കൽ വീഡിയോയുടെ നിർമ്മാണ സഹായികൾ ജീസ് ലാസറും ലിവിൻ വർഗീസുമാണ്. ഗാനം റിലീസ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ 10,000-ങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആസ്വദിച്ചത്. തണലേകും പ്രിയനാടിൻ കുളിരേകിടാം, പിന്നെ അമ്പിന്റെ നൊമ്പരം പങ്കുവയ്ക്കാം. യാത്ര പോകാം, നമുക്ക് യാത്ര പോകാം, ഇരിങ്ങാലക്കുടയിലേക്ക് യാത്ര പോകാം. യാത്ര പോകാം, നമുക്ക് യാത്ര പോകാം, ഇരിങ്ങാലക്കുടയിലേക്ക് യാത്ര പോകാം. അപ്പാപ്പന്റെ കൈ പിടിച്ച് പള്ളി പോയൊരോർമ്മയോടെ ഇരിങ്ങാലക്കുടയിലേക്ക് യാത്ര പോകാം. അപ്പാപ്പന്റെ കൈ പിടിച്ച് പള്ളി പോയതോർമ്മയോടെ ഇരിങ്ങാലക്കുടയിലേക്ക് യാത്ര പോകാം. വലിയ കാടിയിലും ബൾബുക നല്ലൊരു പന്തലും മങ്ങാടിക്കുന്നിലെ കണ്ടകിനാവും ചങ്ങാതിമാരൊക്കെ ഒന്ന് കാണാം. മുപ്പിളിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷം ജനുവരി 14 മുതൽ ജനുവരി 22 വരെ നടക്കും. ജനുവരി 20-നാണ് മഹോത്സവം. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ 10 വരെ ആനച്ചമയ പ്രദർശനവും 7:30 മുതൽ പള്ളിവേട്ടയും ഉണ്ടായിരിക്കും. ജനുവരി 13 തിങ്കളാഴ്ച പുലർച്ചെ 4:30 മുതൽ പള്ളി ഉണർത്തൽ, ഗണപതി ഹോമം, കലശാഭിഷേകം, തുടർന്ന് തിടമ്പ് പൂജ. രാവിലെ 8 മുതൽ 11 മണി വരെ 20 പൂര സെറ്റുകളുടെ പങ്കാളിത്തത്തോടെ 20 ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. പഞ്ചാരി മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ പ്രാമാണികത്വം വഹിക്കും. 11 മുതൽ 1 മണി വരെ വിവിധ പൂര സെറ്റുകളുടെ കാവടി വരവും. എഴുന്നള്ളിപ്പിന് ശേഷം 11 മുതൽ 2:30 വരെ KG ഹാളിൽ അന്നദാനം. ഉച്ചതിരിഞ്ഞ് 3 മുതൽ 6 വരെ ചേരാനെല്ലൂർ ശങ്കരൻകുട്ടൻ മാരാരുടെ പ്രാമാണികത്വത്തിൽ പാണ്ടിമേളത്തോടെ കാഴ്ചശീവേലിയും. വൈകിട്ട് 6 മുതൽ വരാക്കര ദേശത്ത് നന്ദിക്കര സാമ്പവരുടെ നേതൃത്വത്തിൽ പന്തൽവരവ്. വൈകിട്ട് 6:30 ദീപാരാധന, സഹസ്രനാമാർച്ചന, തുടർന്ന് തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്. രാത്രി 8 വള്ളുവനാട് നാദം അവതരിപ്പിക്കുന്ന ഊഴം എന്ന നാടകം അരങ്ങേറും. രാത്രി 12 സാമ്പവ നൃത്തത്തോടുകൂടി വേലവരവ്. ജനുവരി 14 ചൊവ്വാഴ്ച പുലർച്ചെ 1:10 മുതൽ 3:05 വരെ കരയോഗങ്ങളുടെ പൂരം വരവ്. തുടർന്ന് ആറാട്ട്, ശേഷം സാമ്പവ നൃത്തം. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. രാത്രി 8 വിവിധ ടീമുകളുടെ തിരുവാതിരക്കളി, എട്ടങ്ങാടി പുഴുക്ക്, പാതിരാപ്പൂ ചൂടൽ, ഉമാമഹേശ്വര പൂജ എന്നിവയുണ്ടാകും. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക KS ഉദയയുടെ യാത്രയയപ്പും തിങ്കളാഴ്ച രാവിലെ 10 നടക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ TS മുരളി അധ്യക്ഷത വഹിക്കും. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് മുഖ്യ അതിഥിയാകും. ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഉത്സവം ഫെയിം മുരളി ചാലക്കുടി വിശിഷ്ട അതിഥിയായും പങ്കെടുക്കും. ജില്ലയിലെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള ജനസേവാ പുരസ്കാരത്തിന് അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അർഹയായി. ചൊവ്വാഴ്ച വൈകിട്ട് 5 കൊരട്ടിക്കര കിൻസ് പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന AP മുഹമ്മദ് അലി അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാര സമർപ്പണം നടത്തും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ 38-ാം നമ്പർ ഹരിശ്രീ സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 10 KK രാമചന്ദ്രൻ MLA നിർവഹിക്കും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷയാകും. മുൻ MP TN പ്രതാപൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമി വിശിഷ്ട അതിഥിയാകും. മഞ്ഞുകാലത്ത് ചുണ്ടുകൾ വരണ്ടു പൊട്ടുന്നത് പലരിലും കാണുന്ന ഒരു സാധാരണ പ്രശ്നമാണ്. നിർജ്ജലീകരണവും തണുത്ത കാറ്റ് ഏൽക്കുന്നത് കൊണ്ടുമൊക്കെ ഇങ്ങനെ സംഭവിക്കാം. അത്തരത്തിൽ ചുണ്ടുകൾ വരണ്ടു പൊട്ടുന്നത് തടയാനും ചുണ്ടിന്റെ സ്വാഭാവിക ഭംഗി നിലനിർത്താനും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ശ്രദ്ധിക്കാം. മഞ്ഞുകാലത്ത് ചുണ്ടുകൾ വരണ്ടു പൊട്ടുന്നത് പലരിലും കാണുന്ന ഒരു സാധാരണ പ്രശ്നമാണ്. നിർജ്ജലീകരണവും തണുത്ത കാറ്റേൽക്കുന്നത് കൊണ്ടുമൊക്കെ ഇങ്ങനെ സംഭവിക്കാം.
അത്തരത്തിൽ ചുണ്ടുകൾ വരണ്ടു പൊട്ടുന്നത് തടയാനും ചുണ്ടിന്റെ സ്വാഭാവിക ഭംഗി നിലനിർത്താനും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജലാംശം നിലനിർത്താൻ ചുണ്ടിൽ ലിപ് ബാം പുരട്ടുന്നത് നല്ലതാണ്. SPF ഉള്ള ലിപ് ബാം ഉപയോഗിക്കുന്നത് സൂര്യാഘാതത്തിൽ നിന്നും ചുണ്ടുകളെ സംരക്ഷിക്കുകയും ചെയ്യും. ഷിയ ബട്ടറിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവ ചുണ്ടുകളുടെ വരൾച്ചയെ അകറ്റാനും ചുണ്ടുകളിൽ ഈർപ്പം നിലനിർത്താനും സഹായിക്കും. ചുണ്ടിൽ ദിവസവും നെയ്യ് പുരട്ടി മസാജ് ചെയ്യുന്നതും വരൾച്ച മാറാൻ സഹായിക്കും. വെളിച്ചെണ്ണ ചുണ്ടിൽ പുരട്ടി മസാജ് ചെയ്യുന്നതും ചുണ്ടുകളുടെ വരൾച്ച മാറാൻ ഗുണം ചെയ്യും. പ്രകൃതിദത്തമായ മോയ്സ്ചറൈസറാണ് തേൻ. അതിനാൽ ചുണ്ട് വരണ്ടു പൊട്ടുന്നത് തടയാൻ തേൻ സഹായിക്കും. ഇതിനായി തേൻ നേരിട്ട് ചുണ്ടിൽ തേച്ച് മസാജ് ചെയ്യാം. 1 സ്പൂൺ പഞ്ചസാരയെടുത്ത് അതിൽ 3-4 തുള്ളി ഒലിവ് ഓയിൽ ഒഴിച്ച് 1/2 സ്പൂൺ തേനും ചേർത്ത് ചുണ്ടിൽ പുരട്ടാം. ശേഷം നന്നായി മസാജ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ദിവസവും ചുണ്ടിൽ റോസ് വാട്ടർ പുരട്ടുന്നത് വരൾച്ച അകറ്റാൻ സഹായിക്കും. വിണ്ടുകീറിയ ചുണ്ടുകളെ സംരക്ഷിക്കാൻ കറ്റാർവാഴ ജെല്ലും ഉപയോഗിക്കാം. ഇതിനായി കറ്റാർവാഴ ജെൽ ചുണ്ടിൽ പുരട്ടി മസാജ് ചെയ്യുക. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃക്കൂർ TPS HS സ്കൂളിൽ സോഷ്യോളജി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തിങ്കളാഴ്ച ജനുവരി 13 രാവിലെ 11 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ അസൽ രേഖകളുമായി എത്തിച്ചേരുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872356-180. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭകർക്കായി ജില്ലാ വ്യവസായ കേന്ദ്രം തൃശൂരിൽ 15 ദിവസത്തെ സൗജന്യ സംരംഭകത്വ വികസന പരിശീലന പരിപാടി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി സംഘടിപ്പിക്കുന്നു. ഒരു സംരംഭം തുടങ്ങുന്നതിന് ആവശ്യമായ വിവിധ അനുമതികൾ, ലൈസൻസുകൾ, സാമ്പത്തിക സഹായങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ക്ലാസുകൾ ഉണ്ടായിരിക്കും. താൽപര്യമുള്ളവർ അപേക്ഷകൾ ജനുവരി 15 വൈകിട്ട് 4-നകം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ലാൻഡ് ലൈൻ 0487260847, മൊബൈൽ 9946337386. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7285 രൂപ, പവന് 58,280 രൂപ. ചെങ്ങാലൂർ സൂര്യഗ്രാമം കല്ലുംപുറം ചന്ദ്രൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെമ്പുച്ചിറ ചിറക്കത്തൊട്ടിയിൽ ജോസ് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലാലിയാണ് ഭാര്യ. ചിഞ്ചു, ഡിവിന എന്നിവർ മക്കളും നിജു മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടുത്ത 2 ദിവസം സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. എന്റെ നാട് സുന്ദരദേശം ക്യാമ്പയിന്റെ ഭാഗമായി ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് KSRTC ബസ് സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാൾ ആഘോഷിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന ജോസഫ് നമ്പാടിന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കല്ലൂർ പാടം വഴിയിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ദിശാ ബോർഡിൽ ഇടിച്ചുകയറി അപകടം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.